പക്ഷെ ഇന്ന് യു ആർ ഹിയർ ടു സെലിബ്രേറ്റ് ദ സക്സസ് ഓഫ് യുവർ മൂവി. സോ വി ആർ ഓൾ വെരി മച്ച് ത്രിൽഡ് ടു ലിസൺ ടു യു. സോ പ്ലീസ് ഓവർ ടു യു. താങ്ക് യു ആൾ. ഇരിക്കുന്ന എല്ലാവരുടെ ഒരു ഫാമിലി ആയിട്ടാണ് ഞാൻ കാണുന്ന കാര്യം. ഞങ്ങളൊരു 1.5 വർഷം ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. അപ്പം കുറെ പേര് അതിനു മുമ്പും വർക്ക് ചെയ്തവരാണ്. എന്നാലും ഈ ഒരു മൂവി ഭയങ്കര സ്പെഷ്യലാണ്. ഒരു 6-7 വർഷം നമ്മൾ കൊണ്ടുനടന്നൊരു മൂവി, കുറെ ആഗ്രഹിച്ചൊരു മൂവി. ഇത് ഇങ്ങനെ എൻഡ് ചെയ്യാൻ പറ്റിയത് വളരെ എന്താ പറയാ, ഒരു വല്ലാത്തൊരു മൂമെന്റ് തന്നെയാണ്. ഇതിലൊക്കെ കാരണക്കാരനായ ഒരാളുണ്ട്. അത് ഇതിന്റെ മേളിലോട്ട് ഇരിപ്പുണ്ട്. നമ്മൾ ഈ സാധാരണ കല്യാണത്തിനും അമ്മാവൻ പറമ്പിൽ പോയി നടിക്കുന്ന പോലെ ആ അമ്മാവൻ ഏതോ റൂമിൽ നിന്ന് നടിക്കുന്നുണ്ട്. മിസ്റ്റർ CV സാരഥി ഉള്ളി മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതാ പറഞ്ഞത്, അമ്മാവന്മാര് കല്യാണത്തിന് പറമ്പിൽ പിരിക്കില്ലേ, അതുപോലെ ഇരിക്കുന്ന ഒരു അമ്മാവൻ. അപ്പം സാരചേട്ടനാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ഈ സിനിമ തുടങ്ങിയത് സാരചേട്ടനാണ്, ഈ സിനിമ നിർത്തിവെച്ചത് സാരചേട്ടനാണ്, ഈ സിനിമ വീണ്ടും ഓപ്പൺ ആക്കിയത് സാരചേട്ടനാണ്. അപ്പം സാരചേട്ടനിൽ ഇറങ്ങി ഇതൊന്നും നടക്കില്ലായിരുന്നു. പിന്നെ മുകേഷ് സാറ്, സഞ്ജയ് സാർ, പിന്നെ എൻ്റെ കാസ്റ്റ് ബേസിൽ പൃഥ്വിരാജ് സാർ, പിന്നെ അനശ്വര, നിഖില, ഈ പറഞ്ഞ ക്രൂസിലെല്ലാവരും, അരുൺ സാർ, ജഗദീഷ് ചേട്ടനടുത്ത് ഞാൻ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പോയി കുറെ നേരം ഡിസ്കസ് ചെയ്ത് പണ്ടത്തെ സിനിമകൾ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു വലിയൊരു ഗൈഡായിരുന്നു എനിക്ക്. അപ്പം അത് താങ്ക്സ് ആണ്. പിന്നെ ബൈച്ചേട്ടൻ എൻ്റെ കൂടെ എപ്പോഴും എന്നെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരേ ഒരാള് ബൈച്ചേട്ടൻ. അല്ല, എല്ലാത്തിനും വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെയുണ്ട് കുറെ ആൾക്കാരുണ്ട്, കുറെ പേരുകൾ ഞാൻ വിട്ടുപോകുന്നുണ്ട്. എന്നാലും ജോൺകുട്ടി, നീരജ്, അങ്കിത് വന്നിട്ടില്ല. നീരജ് ഷൂട്ടിലാണ് തോന്നുന്നു. പിന്നെ ബാക്കി ക്രൂ, ദീപു, പ്രധാനപ്പെട്ട പേര് വിട്ടുപോയി. ദീപു ഇപ്പോഴും ഒളിച്ചിരിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. ദീപുവിന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം, അത് ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. അപ്പം ഇനി ഇതുപോലത്തെ ആശയങ്ങൾ ഒരുപാട് പുറത്തെടുക്കണ്ട. ഒരു ചെറിയ കല്യാണം എന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. അത് ഷൂട്ടായിക്കോട്ടെ, അതിന്റെ സിനിമയുടെ വലിപ്പമായിക്കോട്ടെ, എല്ലാം ഈ ചെറുതിൽ തുടങ്ങി വലുതായിട്ട് എത്തിക്കുന്ന ഒരു ജേണി ഭയങ്കരമായിരുന്നു. അപ്പം സുപ്രിയ മാം എനിക്കൊരു എന്താ പറയാ, എല്ലാത്തിലും ഒരു ഡിസിഷൻ മേക്കറാണ്. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ വന്നാലും ഒരു മെസ്സേജ് ഇട്ടാൽ ഒറ്റ മെസ്സേജ് റിപ്ലൈ കിട്ടുന്ന ഗോ ഹെഡ് എന്ന് പറഞ്ഞാൽ പരിപാടി കഴിയും. ഞാൻ ഒരു ചെറിയ സെറ്റ് ഇട്ടോട്ടെ എന്ന് വെച്ചപ്പോ ഗോ ഹെഡ് എന്ന് പറഞ്ഞു. അതാണ്. അപ്പോ ഇനി ഇതുപോലത്തെ ചെറിയ സെറ്റുകൾക്ക് വേണ്ടി ഞാൻ മെസ്സേജ് ഇടുന്നതാണ്. അപ്പോൾ താങ്ക് യു. പിന്നെ ഉള്ളത് സ്പെഷ്യൽ ബേസിൽ ആൻഡ് പൃഥ്വിരാജ്, രണ്ടുപേരെയും ഒരു ഫ്രെയിമിൽ അഭിനയിപ്പിക്കാൻ കിട്ടിയത് എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. 2 എക്സ്ട്രീമായിട്ടുള്ള 2 ഡയറക്ടേഴ്സ്, 2 ഭയങ്കര നല്ല ആക്ടേഴ്സ്. അപ്പൊ ഇവര് പെർഫോം ചെയ്യുന്ന രീതി, അപ്പൊ എനിക്ക് ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രൗഡ് ഫീൽ വേറെയാണ്. അപ്പം എനിക്കതിൽ പ്രത്യേകിച്ച് താങ്ക്സ് പറയുന്നു. പ്രത്യേകിച്ച് ബേസിലിനോട് അത്ര പ്രൗഡ് പോരെ. ഓക്കെ, ഇപ്പൊ ഓക്കെ. അല്ല, രണ്ടുപേരും എനിക്ക് ഈ സിനിമയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ഡയറക്ടേഴ്സ് ആയിട്ട് പോലും എനിക്ക് പറഞ്ഞ ഒരു ടെൻഷനും അവർ തന്നിട്ടില്ല. പ്രത്യേകിച്ച് അവർ ഡയറക്ടർ ആയിട്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. എൻ്റെ പാർട്ട്നേഴ്സ് ആരും ദേശം എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും എന്റെ താങ്ക്സ്. ഇനി നമുക്ക് ഒരുമിച്ച് സിനിമ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു ഓൾ. താങ്ക്സ് എ ലോട്ട്. നേരത്തെ പറഞ്ഞ ഒരു ചെറിയ കല്യാണം എന്ന് പറഞ്ഞു തുടങ്ങി, അത് ദ ഗ്രാൻഡ് കേരള വെഡിങ് ആയി മാറി. അതിന്റെ സെലിബ്രേഷൻ ആയിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോ ദാറ്റ് വാസ് a very sweet welcome, അല്ലെങ്കിൽ note of gratitude to all the family members. Definitely, and he spoke from his heart. തീർച്ചയായിട്ടും എത്തിച്ചേർന്ന് വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണിത്. So yes, such wonderful words. So നമ്മുടെ സിനിമയുടെ വിജയമാണ് നമ്മൾ ഇവിടെ ഇന്ന് ആഘോഷിക്കുന്നത്. Definitely സിനിമ സൂപ്പർ ഹിറ്റ് ആവും, അല്ലെങ്കിൽ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആവുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം പ്രൊഡ്യൂസറിന് തന്നെയാണ്. ഈ സമയം നമ്മുടെ പ്രൊഡ്യൂസറിനെ സ്റ്റേജിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാണ്. Together let's welcome our producer Supriya Menon on stage. ഒരു ഗംഭീര കൈയ്യടി നൽകി തന്നെ സ്വാഗതം ചെയ്യാം. വിപിൻ സർ പറഞ്ഞതുപോലെ the decision maker of the team. Yes, so ഒരു നല്ല കൈയ്യടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോ വിപിൻ ചേട്ടൻ the decision maker എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് we are very excited to listen to you. Yes, so over to you. No more decisions today, except
താങ്ക് യു ഓൾ. ഇന്നെല്ലാവരും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. ഇത് കുറച്ച് ചടങ്ങ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നീണ്ടുപോയി. ബിക്കോസ് പൃഥ്വിരാജ് ഒരു ചെറിയ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൃഥ്വിരാജിനെ കിട്ടാൻ കുറച്ച് ദിവസമായിട്ട് ഞാനും മുകേഷ് സാറും ഇങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി വി മാനേജ് ടു ഗെറ്റ് ഹിസ് ഡേറ്റ്സ് ആൻഡ് വി ഗോട്ട് ടു മീറ്റ് എവറിബഡി ടുഡേ. ഈ സിനിമയുടെ പിന്നാലെ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് വിപിൻ എല്ലാ പേരുകളും മെൻഷൻ ചെയ്തു. ഞാൻ ആക്ടേഴ്സിനെ പ്രത്യേകമായി താങ്ക് യു പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും വന്നു, വളരെ നന്നായിട്ട് നിങ്ങളുടെ ജോലികൾ നിങ്ങൾ എല്ലാവരും ചെയ്തു. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യാൻ. ഇത് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്ര വലിയൊരു സെറ്റിൽ ഇത്ര പേരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഓൾ ഓഫ് യു കുഡ് കം ആൻഡ് ബി പാർട്ട് ഓഫ് ദിസ് ബിഗ് ഫാമിലി. But a cinema is obviously not just done by one person, it's team effort. Vipin, you've been the leader of the team. You were absolutely great. Kore dosam adikkanennu thonni, പക്ഷെ ചെയ്തില്ല. എന്നാലും I am so happy that we have reached here today. 20 ദിവസം നമ്മൾ ആ വലിയ സെറ്റും മഴയും എല്ലാറ്റിന്റെ നടുക്കും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാം വെച്ചിട്ടൊരു ചെയ്ത സെറ്റായിരുന്നു. കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല if I didn't have my team. Harris and Rini, please come to stage. The producer is not working in a vacuum. The producer works with the executive producer and the production controller. Mukesh sir, this project would not have happened without you. You have been amazing. Sarathi, you are not here right now, or you are here, I can't see where you are. But your support has been tremendous. But without these two gentlemen, this is our 8th film, barring one production which was done in Hindi. We have worked with Harris and Rini all through. Without both of them, we would not have been here today. ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു കുറെ ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ഭക്ഷണം സമയത്തിന് അവർക്ക് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസും ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാം ഇവരുടെ മേലെയായിരുന്നു ആ ചുമതല. And it was continuous more than 2 weeks of shooting in that particular spot with so many junior artists. So I am very, very grateful to my production team. This would not have happened without them. And Mukesh sir, special thank you to you. It is very rare to get partners in cinema who let you do what you want to do without interfering in every step of the way. You are one such partner, sir. You have given us so much freedom and so much guidance to execute the film the way we wanted to. Your support has been invaluable, and I look forward to doing many more such productions with you, sir. It has been a wonderful experience. And thank you to my chief cast, Mr. Basil. Thank you very much. Anashwara, Nikhila, you have been wonderful actors on the set. All of the senior actors, Baidu Chetan sir, Jagdish sir, Arvind, thank you all for being here today. And I truly appreciate the cast and crew. And Prithvi, thank you for pulling me into your world and making me a part of it. I know I kept saying that, I don't know what is it that you do, but I see the magic now. Thank you so much. Thank you so much, ma'am. Very sweet words.